ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പലവിധ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെയൊക്കെ ഫ്രണ്ട് ഫോർക്ക് ഒടിയാനായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മുമ്പ്. ഓല ഇലക്ട്രിക് സ്കൂട്ടർ തന്നെയായിരുന്നു ആദ്യം തന്നെ ഉദ്ഘാടനം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓലയുടെ തന്നെ ഒരുപാട് സ്കൂട്ടറുകളുടെ ഫ്രണ്ട് ഫോർക്ക് ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സിംഗിൾ ഫോർക്ക് ആണെന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം അത് ഡബിൾ ഫോർക്ക് മുന്നേ കൊണ്ടുവന്നായിരുന്നു. ഓല S1X എന്ന് പറഞ്ഞ വേരിയന്റിലൊക്കെ ഡബിൾ ഫോർക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ റിയർ ഫോർക്കാണ് ഓടിക്കാനായിട്ട് തുടങ്ങിയത്. അതുപോലെ തന്നെ പല ഇലക്ട്രിക് വാഹനങ്ങളിലും ഒക്കെ ഫ്രണ്ട് ഫോർക്ക് ഒടിഞ്ഞു പോകുന്നതായിട്ട് വലിയ വലിയ കട്ടറുകളിലൊക്കെ ചാടുന്ന സമയത്ത് അതിന്റെ ഫ്രണ്ട് ഫോർക്ക് ഒടിഞ്ഞു പോയിട്ട് ആൾക്ക് ഗുരുതരമായ പരിക്കും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈയിടത്ത് തന്നെ പറ്റിയൊരു സംഭവം നമുക്ക് ഞാൻ ശ്രദ്ധപ്പെടുത്തുന്നു. നമ്മുടെ വിഡ V1 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഹീറോ വിഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഇതേപോലെ തന്നെ ബേക്കിൽ അലോയി പൊട്ടി തെറിച്ചിട്ട് ഒരാൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പല രീതിയിലും ഇതുപോലുള്ള മാനുഫാക്ചറിങ് ഇഷ്യൂസ് കാരണം ഓട്ടത്തിനിടയിൽ തന്നെ ബ്രോക്കൺ ആയതിനു ശേഷം ഒരുപാട് ഇതുപോലെ ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇലക്ട്രിക് ടൂ വീലേഴ്സ് ആണ് ഇപ്പോൾ ഇതുവരെ ഉള്ളതെങ്കിൽ ഇപ്പോൾ അതാണ് ഇലക്ട്രിക് ഓട്ടോറിക്ഷയും തുടങ്ങിയിട്ടുണ്ട്. ഇലക്ട്രിക് ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷ ഈ അടുത്ത് നടന്നൊരു സംഭവമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കൊല്ലം കൊട്ടാരക്കരയിലാണ് നടക്കുന്ന ഒരു സംഭവം. ഇത് ഹൈക്കൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. ഹൈക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് വരുന്നത്. ഇതുപോലത്തെ ചൈനീസ് അസംബിൾഡ് ആയിട്ടുള്ള ഒരുപാട് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ നമ്മൾ മുമ്പ് നിരത്തുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. സ്ഥിരമായിട്ട് ഡെയിലി ദിനം പ്രതി കാണുന്ന ഒരു മോഡൽ കൂടിയാണ്. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് ഫോർക്ക് ഒടിഞ്ഞിട്ട് ഇത് ഒരു കട്ടറി ചാടുന്ന സമയത്ത് ഫ്രണ്ട് ഫോർക്ക് ഒടിഞ്ഞിട്ട് ആ ഒരു ഡ്രൈവറുടെ തല പോയിട്ട് അവിടെ ഗ്ലാസ്സിലൊക്കെ ഇടിക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഭാഗത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല. ചെറിയ സ്പീഡിലാണ് വണ്ടി പോകുന്നത് കൊണ്ട് മാത്രം വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ആ ഒരു ഷോറൂമിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോറൂമിൽ ഇൻഫോം ചെയ്ത് അവർ ഫോട്ടോ എടുത്ത് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചെറിയ മീറ്റിങ്ങിനാണ് അവർ ഉടനെ വരും എന്നൊക്കെയാണ് അദ്ദേഹം ആ ഒരു വീഡിയോയിൽ പറയുന്നുള്ളതെന്ന് പറഞ്ഞാൽ. അപ്പൊ അത് നമ്മൾ വേറൊരു നമ്മളിപ്പോ ഈ അടുത്ത് കുറച്ചു മുമ്പാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണാനിടയായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ തന്നെയുള്ള കുറെ ചൈനീസ് ബ്രാൻഡുകൾ ഇപ്പോൾ നിരത്തുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് ഓട്ടോറിക്ഷ ആയിക്കോട്ടെ, ടൂ വീലർ ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള വണ്ടികൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചൈനീസ് അസംബിൾഡ് ആയിട്ടുള്ള കുറേ അധികം വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും വേണ്ടത്ര ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാതെയാണ് ഇതുപോലുള്ള നിരത്തുകളിലേക്ക് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് പരീക്ഷിക്കാനായിട്ട് കൊടുക്കുന്നത്. അപ്പം കസ്റ്റമേഴ്സ് വേണം ഇത് പരീക്ഷിച്ച് ഇതിന് ഒരു നിലവാരം പറയാനായിട്ട്. അത് പൈസ കൊടുത്ത് വാങ്ങിച്ചതും പോരാ, എന്നിട്ട് നമ്മുടെ ശരീരം കൊണ്ട് വേണം പരീക്ഷിക്കാന്നുള്ള ഒരു രീതിയിലാണ് നമ്മുടെ കമ്പനി പറയുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹം പറഞ്ഞത് 3,60,000 രൂപ കൊടുത്ത് വാങ്ങിച്ചൊരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് 1.5 വർഷം ഈ ഒരു വാഹനത്തിന് പഴക്കമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോ എന്ത് തന്നെ ആയിക്കോട്ടെ, ഇതുപോലുള്ള ഇതേ ബ്രാൻഡിലൊക്കെ ഉള്ള ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ ഓടിക്കുന്ന ആളുകളൊക്കെ ഒന്ന് സൂക്ഷിക്കണം. അപ്പം ഇതിന്റെ ഉറപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അപ്പൊ ഇതുപോലുള്ള ഇൻഷുറൻസ് ഇതുപോലെ ഇനി റിപ്പീറ്റ് ചെയ്യാതിരിക്കട്ടെ എന്നാണ് നമ്മളും വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.